ഇന്നിൻ്റെ മേമ ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടാ. അവർ തറവാട്ടിൽ ബിരിയാണി വെച്ചപ്പോൾ ഞങ്ങൾക്കും അതിൽ നിന്ന് കുറച്ച് ഓല് കൊണ്ടുവന്ന് തന്നിട്ടാ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഞങ്ങളെ വീട്ടിലത്തെ ചെറുതീനെ പീസ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. പീസ് ഉണ്ടെങ്കിൽ ഓൾക്ക് ചോറ് ഇഷ്ടമാണ്. പീസ് ഇല്ലാച്ചെങ്കിലോ ചോറൊക്കെ വേണ്ട. അതാണ് ഓളെ നിയമം. അപ്പോൾ പീസൊക്കെ ഉണ്ടിട്ടെ ചോറിൽ. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, എനിക്കെളുപ്പം ചോറ് വിളമ്പിക്കോളിന്ന്. അപ്പോൾ ഇമ്മച്ചത് കേൾക്കേണ്ട താമസം പ്ലേറ്റ് എടുത്തുക്കാണ്ട് ഓക്ക് കുറച്ച് ചെറിയ ഒരു 2 കോരി ഓളെ പള്ളക്ക് നിറയാൻ മാത്രമല്ല ചോറ് ഓക്ക് വിളമ്പി കൊടുത്തു. അയക്ക് അതിൽ നിന്നും കിട്ടിയിട്ടില്ല 2-3 പീസ് ഉണ്ടായിരുന്നു. അത് ഓൾക്ക് വെച്ചെടുത്തു. ഓള് ചെറിയതല്ലേ എന്നും പറഞ്ഞു. പിന്നെ ഞങ്ങളെ വീട്ടിലിതാ ഇപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ അമ്മച്ചി കരിഞ്ജീരകത്തിൻ്റെ വെള്ളം എപ്പോഴും ഉണ്ടാക്കിയേക്കും. ഒരു കുടുക്ക നിറച്ച് കരിഞ്ജീരകം വെള്ളം ഉണ്ടാക്കിയേക്കും. അപ്പോൾ എൻ്റെ ചെറിയതാണെങ്കിൽ കുളിച്ച് വന്നിട്ടില്ല. അപ്പം തന്നെ എൻ്റെ അമ്മച്ചി കാട്ടൽ ഇങ്ങനെയാണ്. ഓള് വരുമ്പോഴത്തേന് ഓളെ തൊള്ളിക്ക് കൊള്ളാൻ മാത്രം പാകത്തിലുള്ള ചെറിയ കുഞ്ഞുരുളാക്കി കണ്ട് ചോറാക്കി വെക്കും. എന്നാൽ അവൾക്ക് വന്നാൽ പെട്ടെന്ന് ആ ഉരുള തിന്നിട്ട് കഴിച്ചാൻ പോകാമല്ലോ. അല്ലെങ്കിൽ ചോറേറ്റ് അവിടെ കുറേ നേരം ഓൾ അവിടെ ഇരിക്കും. സാധനം പിന്നെയും ഇമ്മച്ചി വാരി കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ കുറേ വാരി കൊടുക്കണ ശീലം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇമ്മ ഇങ്ങനെ കാട്ടുന്നത്. കുട്ടീൻ്റെ ശീലം തന്നെ തുടർന്ന് പോകും. ഇമ്മച്ചി വാരി തെറ്റി വെച്ചിട്ട് അങ്ങനെ തൊള്ളിയും പൊളിച്ച് കാത്തു നിൽക്കും. എത്ര നേരമാണെങ്കിലും ഓളവിടെ നിന്നൊടുക്കും. പക്ഷേ ഇമ്മച്ചിക്ക് ഇപ്പം കിട്ടിയൊരു സൂത്രമാണിത്, ഉരുളാക്കി കൊടുക്കുക. അപ്പം ഇത്രേ ഉള്ളൂ കേസ്.